കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും എറണാകുളം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വീടുകൾ ഭാഗികമായി തകരുകയും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടു. മൂവാറ്റുപുഴ താലൂക്കിലെ മണീട്, പാമ്പാക്കുട, രാമമംഗലം പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ വൻ നാശനഷ്ടം. ജില്ലയിൽ പലയിടങ്ങളിലും നിരവധി വീടുകൾ ഭാഗികമായി തകരുകയും മരങ്ങൾ മറിഞ്ഞു വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകരാറിലായി ഗതാഗതവും വൈദ്യുതി ബന്ധവും തടസ്സപ്പെടുകയും ചെയ്തു. മൂവാറ്റുപുഴ താലൂക്കിലെ മണീട്, പാമ്പാക്കുട, രാമമംഗലം എന്നീ പഞ്ചായത്തുകളിൽ ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടം സംഭവിച്ചു. ഇവിടങ്ങളിൽ മരങ്ങൾ മറിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ച സാഹചര്യത്തിൽ ഫയർഫോഴ്സ് സ്ഥലത്തെത്തി റോഡുകളിലെ മരങ്ങൾ മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. KCB ജീവനക്കാരും തകരാറിലായ വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. റവന്യൂ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊച്ചി താലൂക്കിലെ നായരമ്പലം വില്ലേജ് വെളിയത്താംപറമ്പ് ബീച്ചിന് സമീപമുണ്ടായ ശക്തമായ കാറ്റിൽ പാലപ്പറമ്പിൽ ശീലാവതി മോഹനന്റെ വസതി പൂർണ്ണമായും തകർന്നു. സുധീര രാജീവൻ, ശൈല ലാലൻ, വിശ്വനാഥൻ എന്നിവരുടെ വീടുകൾക്കും ശുചിമുറികൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വീടിനകത്തുണ്ടായിരുന്ന വിശ്വനാഥന്റെ ശരീരത്തിലേക്ക് ഓട് വീണ് പരിക്കേറ്റതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട സാധ്യത മുന്നിൽ കണ്ട് മറ്റ് താമസക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പോത്താനിക്കാട് വില്ലേജിൽ രമണി സതീഷിന്റെ വീടിന് മുകളിലേക്ക് മരം വീണ് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.